നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത്? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ചിരിച്ചോണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. ഞാനിപ്പോൾ ലൈവ് കണ്ടു. അപ്പോൾ ലൈവിനകത്ത് നമ്മുടെ അനീഷ് നൂറല്ല ആദിലയോടും അതുപോലെ തന്നെ അനുമോളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ബിഗ് ബോസ് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നാടിനെ വീടിനെ ഒക്കെ കുറിച്ച് അനീഷ് പറഞ്ഞു. അപ്പോൾ അവരിത് കേട്ടോണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്നാൽ ഒരു വീഡിയോ ഇടാം, ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഇരിക്കുന്ന നേരത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിനകത്ത് ഒത്തിരി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ പിന്നെ എപ്പിസോഡല്ലേ, അപ്പോൾ ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്, കുറേ മേക്കപ്പ് സാധനങ്ങൾ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ എന്തായാലും ലാലേട്ടൻ എല്ലാവർക്കും നല്ലത് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ജിസേലിൻ്റെ മേക്കപ്പ് സാധനങ്ങളായിരിക്കാം, മേ ബി ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു CID അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. CID മൂസയല്ല, CID അനിമോള്. അപ്പോൾ അനിമോള് CID ലാസ്റ്റ് പിന്നെ കള്ളി അനിമോളാക്കി മാറ്റി. അപ്പം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു ട്വിസ്റ്റാക്കി കളഞ്ഞു. അപ്പോൾ അത് കറക്റ്റാണോ? ആരാണ് യഥാർത്ഥ കള്ളി, അതല്ലേ ആരാണ് യഥാർത്ഥ കള്ളൻ? ഇതൊക്കെ നമുക്ക് എപ്പിസോഡിൽ അറിയാം. എന്തായാലും ലാലേട്ടൻ്റെ പ്രൊമോയിൽ കുറേ ലിപ്സ്റ്റിക്കും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു, ഫൗണ്ടേഷൻ മറ്റേത് മറിച്ചത്. എന്തൊക്കെയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും മേക്കപ്പ് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആക്ട് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം മേ ബി. അപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്നതല്ല. മോയ്സ്ചറൈസർ ആൻഡ് എന്താ പറഞ്ഞാൽ സൺസ്ക്രീൻ. പിന്നെ ചിലപ്പോഴെങ്ങാനും എന്തെങ്കിലും എനിക്ക് ആഗ്രഹം തോന്നിയ, കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഫൗണ്ടേഷൻ വളരെ ലൈറ്റായിട്ട് ചിലപ്പോഴെങ്ങാനും യൂസ് ചെയ്താലായി. അപ്പോൾ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മേക്കപ്പ് അറിയില്ല. ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാം, ഉറപ്പാണ്. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, ഭയങ്കര ആഗ്രഹമാണ് ഇത് ചെയ്യാൻ. ഞാൻ ബ്യൂട്ടി പാർലറിൽ ഞാൻ പോകുന്ന ആളല്ല. ഒരു ത്രെഡ് ചെയ്യാൻ പോലും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോകാൻ. പിന്നെ എൻ്റെ കാർ എല്ലാവർക്കും ഫെമിലിയറാണ്. അപ്പം ഞാൻ ചെന്നൊരു ബ്യൂട്ടി പാർലറിന് മുമ്പിൽ എൻ്റെ കാറ് ഇട്ട് എനിക്ക് നിൽക്കാൻ എന്തോ ഒരു കോംപ്ലക്സ്. കാരണം ഒരു അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഞാൻ ഒരു ഭയങ്കര കുറച്ച് മെച്യൂരിറ്റി ആയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ എൻ്റെ കാറ് കൊണ്ടിടാനായിട്ട്, എൻ്റെ കാറ് ഫെമിലിയർ നമ്പർ എല്ലാവർക്കും അറിയാം. ഞാനൊരു 10 വർഷമായിട്ട് ആ കാറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഫോക്സ്വാഗൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാണക്കേട് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ അതുകൊണ്ടാണ് പോവാത്തത് പ്രധാനമായിട്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അതൊക്കെ തന്നെ നാളെ അഭിനയിച്ച സമയത്തും അവരെന്തൊക്കെയോ നേരിനകത്ത് അഭിനയിച്ച സമയത്ത് എന്തൊക്കെയോ മുഖത്ത് വാരിക്കൊണ്ട് തേച്ചു. അങ്ങനെ ഭയങ്കര ചൊറിച്ചിലും നീറ്റലും ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞ ഫേസ് പിന്നെ വാഷ് ചെയ്യാൻ പറഞ്ഞു. വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ അടിച്ചു. കാരണം കുറച്ച് വൈറ്റ്, ഞാനൊരു വൈറ്റ് ഭയങ്കര കുറച്ച് കൂടുതൽ വൈറ്റ് ഉള്ള ഒരാളാണ്. വെള്ള കളർ കുറച്ച് കൂടുതലാണ്, അത് വൃത്തികെട്ട ഒരു വെള്ള കളർ വൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോശം എന്ന് പറഞ്ഞാൽ ഈ അമിതമായിട്ടുള്ളൊരു വൈറ്റ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു വൈറ്റാണ്. അപ്പം അതങ്ങ് റെഡാവും, ഫേസ് അങ്ങ് ഭയങ്കരമായിട്ട് റെഡാവും. അപ്പോൾ അവർ കുറച്ച് ബ്ലാക്ക് അടിച്ചു. കാരണം മറ്റുള്ള അവർ പിന്നെ അതിനൊക്കെ പ്രിയാമണിയൊക്കെ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രിയാമണിയുടെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കറുത്തിരിക്കണമല്ലോ. പിന്നെ കുറച്ച് ഏജ്ഡ് ആക്കിയിട്ടുള്ളൊരു സ്ത്രീയാക്കി അമ്മക്കെട്ടൊക്കെ കെട്ടിവെച്ച്. അങ്ങനെയാണ് ഞാൻ ലാലേട്ടൻ്റെ 4ാമത്തെ കസേരയിൽ ഇരിപ്പുണ്ട്. കുറച്ച് പേനയൊക്കെ എടുത്ത് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത്രയില്ല, ഒരു 15 മിനിറ്റോളം ലാലേട്ടൻ്റെ 4ാമത്തെ കസേര അതെനിക്ക് സിദ്ദിഖിക്കാട് ഒരു മധ്യത്തിൽ മെയിൻ ഡൈസിൽ ഇരിപ്പുണ്ട്, അഡ്വക്കേറ്റ് ആയിട്ട്. അപ്പോൾ അതാണ് നേരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത ഇതിലൊന്നും മേക്കപ്പ് ഇടാത്തതായിരുന്നു, മേക്കപ്പേ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ അഭിനയിച്ചതിനകത്തും ഡോക്യുമെൻ്ററിക്കകത്തും ഒരു മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഡോക്യുമെൻ്ററിക്കകത്ത് ഒരു വിധവ ക്യാരക്ടറായിരുന്നു, ചെറിയ പ്രായം 25 വയസ്സുള്ള ഒരു വിധവ പെൺകുട്ടിയുടെ ക്യാരക്ടറായിരുന്നു. സോ അതിനകത്ത് യാതൊരു തരത്തിലുള്ള മേക്കപ്പും ഇല്ലായിരുന്നു. മേക്കപ്പ് മാക്സിമം അഥവാ കണ്ണ് വരച്ചത് പോലും കഴുകി കളയേണ്ടി വന്നു. നേരിനകത്ത് അതുപോലെ ആയിരുന്നു, കണ്ണ് വരച്ചത് പോലും അവർ തുടച്ചു കളയാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജായിരുന്നു നമ്മുടേത്. പിന്നെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മൂവിയിൽ നമുക്ക് മേക്കപ്പ് ഇല്ല. പിന്നെ ഡ്രാമയിൽ ഇനി എന്താണെന്ന് അറിയത്തില്ല, ഒരു ഡ്രാമ ചെയ്തിട്ട് അതിനകത്ത് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതൊന്ന് പോലീസുകാരിയായിട്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ബ്ലാക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഈ നമ്മുടെ കൺമഷി തന്നെ ഇവിടെയൊക്കെ ഒന്ന് തേച്ചു വെച്ചു. കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു പോലീസുകാരിയുടെ ആയിരുന്നു, നമ്മുടെ രചന നാരായണൻകുട്ടി ചേച്ചിയുടെ ഒരു അമ്മയുടെയൊക്കെ പ്രായമുള്ളൊരു പോലീസുകാരിയായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മേക്കപ്പ് എനിക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തൊക്കെയോ കുറേ വാരി ഇട്ടു. അതിനകത്ത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വാരി ഇട്ടു. ഇപ്പോൾ ഇതാണ് പ്രൊമോ കാണിച്ചത്. അപ്പോൾ ഇന്നല്ല നാളത്തെ എപ്പിസോഡിൽ ആരെയൊക്കെ കൊടയും ഉറപ്പാണ് കേട്ടോ. ഇനി ആരെയൊക്കെയാണ് ജിസലിനെയാണോ അനുമോളെയാണോ, പിന്നെ അതെനിക്ക് കുറേ ആൾക്കാർ
ആൾക്കാർ കുരുത്തിരുമ്പൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്ഷാമമാണ് ഇപ്പം. ഇന്നില്ല, കാരണം അനീഷ് കുറച്ചൊന്ന് പിന്മാറി, കണ്ടന്റ് കൊടുക്കാതെ കുറച്ചൊന്ന് പിന്മാറി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടന്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. അനീഷ് കണ്ടന്റ് കൊടുത്താൽ അതിന്റെ വാലെ പിടിക്കാൻ കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. രാവിലത്തെ ഷാനവാസുമായിട്ട് ചെറിയ നടന്നൊരു ഫൈറ്റ് ആയിരുന്നു. പിന്നെ അതിന് ഷാനവാസ് അനീഷിനോട് വന്ന് സോറി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതവിടെ ക്ലോസ് ആയി. പിന്നീട് പിന്നെ ബാക്കിയുള്ള ജയിലിൽ പോയ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെയൊന്നും നമുക്ക് കാണാൻ പോലുമില്ല. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന അപ്പാനി ശരത്ത് ഒക്കെ കുറച്ച് ആൾക്കാരായിട്ട് ബിൻസി ആയിട്ടിരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറയുന്നു. പിന്നെ നാടകത്തിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, നാടകത്തിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അടുത്തത് കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇരുന്ന് ഈ നമ്മുടെ അനീഷ് ആദില നോറ കുറച്ച് മാറിയിരിപ്പുണ്ട്. അവരോട് സംസാരിക്കുന്നതാണ്, അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അവരിങ്ങനെ കോടനാട് എന്നുള്ള തൃശ്ശൂരിലെ ഞാൻ തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. എൻ്റെ അമ്മ കൊല്ലം, അച്ഛൻ തൃശ്ശൂർ, ഇവിടെ വട്ടൂർക്കാവാണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രമാണ് താമസിക്കുന്നത്. കാരണം ട്രിവാൻഡ്രത്താണ് വിവാഹം കഴിച്ചത്, അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്ത് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ തൃശ്ശൂർ മുതൽ എൻ്റെ ഭാഷ തന്നെ കുറച്ച് വ്യത്യാസമുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എറണാകുളം അവിടെയാണ് ചെറിയ കുഞ്ഞ് സ്കൂളിലൊക്കെ പഠിച്ചത് എറണാകുളത്താണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തൃശ്ശൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സ്ലാങ് നമുക്ക് മിക്സ്ഡ് ആയിപ്പോയി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഏത് ഭാഷയാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷ ഏത് നാട്ടുകാരെയാണ് പെട്ടെന്ന് പറയാൻ പറ്റൂല. ഇവിടെ പിന്നെ എന്തരുടെ അപ്പി എന്നൊക്കെ ചോദിക്കാം. പിന്നെ നമ്മൾ കുറച്ച് മോണോആക്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് നമ്മളെല്ലാം ഇമിറ്റേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴതാണ് നടക്കുന്നത്, നമ്മുടെ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് ഒരു സ്ഥലത്ത് അക്ബറും പാർട്ടിയും, അക്ബർ, ബിൻസി, ആരൊക്കെയാണ്, അക്ബർ, നമ്മുടെ പിന്നെ അയൽക്കൂട്ടമെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയണത് അതിന്. ഇവര് കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പേരിട്ടിട്ടുണ്ട് അവർ, നാട്ടുകാർ തന്നെ, നമ്മൾ കാണുന്ന പ്രേക്ഷകർ തന്നെ. കൊടും വിഷം, മറ്റേത് മറിച്ചത്, വേതാളം, എന്തൊക്കെയോ പേരിട്ടിട്ടുണ്ട് കേട്ടോ ഈ ആൾക്കാർക്ക്. വല്ല കാര്യമുണ്ട്, മര്യാദയ്ക്ക് പോയി നല്ല രീതിയിൽ ഗെയിം കളിച്ച് തിരിച്ചു വരേണ്ട ഒരാൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് പ്രേക്ഷകരുടെ പേര് വാങ്ങിച്ചിട്ട് വരേണ്ട കാര്യമാണ്. അപ്പം ഇതൊക്കെ അപ്പം അവിടെ ഇരുന്നിട്ട് കുശുമ്പം കുന്നായ്മയൊക്കെ പറയണം. പിന്നെ സരിക എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ സരിക ഭയങ്കര എന്തോ ഞാൻ വലിയ സംഭവമാണ് എന്നൊരു തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടാക്കിയെടുത്തു. അത് എൻ്റെ തോന്നലാണെന്ന് അറിയില്ല, ഞാനിത് ഇപ്പോൾ പൊതുവേ പറയുവാണ്. പിന്നെ നമ്മൾ വേറെ ആരും കണ്ടന്റ് കൊടുക്കുന്നില്ല. ഷാനവാസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഷാനവാസിന് ഭയങ്കര ഇഷ്ടം പേഴ്സണലി എനിക്കറിയില്ല. നമ്മൾ ഈ സീരിയൽ, എൻ്റെ അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് സീരിയലാണ് ആദ്യം മുതൽ കുങ്കുമപ്പൂ അങ്ങനെയുള്ള സീരിയൽസൊക്കെ. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം, എൻ്റെ അമ്മ മരിച്ചത് 2018 എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ അതിനു മുമ്പ് വരെ അമ്മ ഭയങ്കര സീരിയൽ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ, ഞാൻ LLM അവിടെ ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ കഥ പറയാനിരിക്കും. ഇന്നലത്തെ കഥ, തലേന്നത്തെ കഥ പറയും. കാരണം എനിക്ക് ടൈമില്ലല്ലോ, കാണാനായിട്ട് എനിക്ക് ടൈമില്ല. എനിക്ക് കോടതി പോകണം. ഞാൻ വക്കീലിൻ്റെ LLB കഴിഞ്ഞു, ഞാൻ എഡ്യൂക്കേറ്റഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പ്രാക്ടീസ് ചെയ്തതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ LLM പഠിച്ചത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 4 ദിവസം കോളേജിൽ പോയിട്ട് 2 ദിവസം കോടതി പോകും. അങ്ങനെ. അപ്പോൾ എനിക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. പിന്നെ കുറേ അല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. അച്ഛനും മരിച്ചു. അപ്പോൾ അങ്ങനെ അമ്മ ഒട്ടും സുഖമില്ലാത്ത ആളാണ്. പക്ഷെ അമ്മയ്ക്ക് ഫ്രണ്ടിൽ വന്നിരുന്ന TV കാണാൻ പറ്റുന്ന, കിച്ചണിൽ തന്നെ ഒരു TV ഒക്കെ സെറ്റ് ചെയ്ത് അമ്മ അങ്ങനെയാണ് കാണുക. അപ്പോൾ കുറേ കുടുംബ പ്രശ്നങ്ങളും കുറേ ഫാമിലി പ്രോബ്ലംസുമായിട്ട് പോകുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മ ഞാൻ വരുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ രുദ്രൻ എന്നൊക്കെ പറയുന്നൊരു പേരല്ലേ. ഇപ്പോൾ രുദ്രനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഷാനവാസിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നത്. അത്ര ഭയങ്കര ഇഷ്ടമാണ്. കലാഭവൻ മണി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മോഹൻലാലിനെ പറയണം, അമ്മ പറയണം മോഹനലാൽ എന്നാട്ടോ. മോഹൻലാൽ നമ്മ തീർത്ത് പറയത്തില്ല. അമ്മ പഴയ LP സ്കൂളിൽ ആ ഒരു എന്താ പറയുക, ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു പണ്ട്. വളരെ ചെറിയ കുട്ടികളെയൊക്കെ പണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ 46ാമത്തെ വയസ്സ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി. പിന്നെ അച്ഛൻ തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊട്ടെ, എൻ്റെ കുടുംബചരിത്രം പറയാനല്ലോ വന്നിരിക്കണേ, സോറി കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്, അത്രയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ അപ്പോൾ അനീഷും ഇപ്പോൾ കുറച്ച് നേരമായിട്ട് അനീഷും നമ്മുടെ ആദില കുട്ടിയും നോറ കുറച്ച് മാറിയിരിപ്പുണ്ട്. ഈ ഫ്രണ്ട് വാതിലുണ്ടല്ലോ, ഫ്രണ്ട് ഗേറ്റ്, ആ ഗേറ്റിൻ്റെ മുമ്പിലാണ് അവർ ഇരിക്കുന്നത്, കസേരയിൽ ഇരിക്കുന്നത്. അപ്പോൾ അനീഷിൻ്റെ കാര്യങ്ങൾ ചോദിക്കും.
ചോദിക്കുകയാണ് അപ്പം അനീഷിനോട് അവർക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്നു. കാരണം അനീഷ് കുറച്ചൊന്ന് ആ ഒരു ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള ഈ ചൊറിയുണ്ടല്ലോ, ചൊറിഞ്ഞ് അതൊരു ഗെയിമാണ്. അയാൾ ഭയങ്കര മൈൻഡ് ഗെയിമറാണ്. അയാൾ ഭയങ്കര അയാളെക്കുറിച്ച് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അയാൾ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ നാട്ടിൽ അയാൾ ഭയങ്കര സ്വീകാര്യനാണ്. അതുപോലെ തന്നെ ഇതേയുള്ള ഗെയിമാണ് കേട്ടോ. അയാൾ ഭയങ്കര പെർഫെക്റ്റ് ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടത് കേട്ടോ. നമുക്ക് അവിടെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചെന്ന് കയറേണ്ട ഒരു ആവശ്യകതയില്ല. അവർ ബിഗ് ബോസ് ഹൗസിൽ എന്താണോ കാണിക്കുന്നത് അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അത് മാത്രം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ രേണുസുധീനെ എന്തുകൊണ്ടാണ് രേണുസുധീനെ നമ്മൾ പറയുന്നത്, രേണുസുധി അവിടെ കാണിക്കുന്ന കോപ്രായം, എന്തെങ്കിലും പേക്കൂത്ത്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു പോകുന്നത്. കാരണം ഇവിടുന്ന് കുറേ കാണിച്ച് ഇതാവുക. അവിടെ പോയിട്ട് ഞാൻ ഈ കൊച്ചു കയറിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞു, ആ കൊച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങി വരട്ടെ, അത് പോസിറ്റീവായിട്ട്. ഇവിടെ ഫുള്ളി നെഗറ്റീവ്. കാരണം ഇവിടെ കാണിച്ചു കൂട്ടിയ പൊട്ടത്തരങ്ങളാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ PR ടീം പറഞ്ഞു കൊടുത്ത് എവിടെയോ ചിങ്ങവനത്തുള്ള ഏതോ ഒരു സോഫ്റ്റ്വെയർ കമ്പനി അല്ലെ ഒരാളാണ് അവരുടെ PR ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ അറിയാം, അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഒരാളാ പോലും ഈ രേണുസുധിയുടെ PR അല്ലേ. നോക്കണേ, നമ്മളടുത്ത് എന്തുവാ ഫോൺ വാങ്ങിക്കാൻ പോലും കാശില്ല, കൊച്ചിന് ബാഗ് വാങ്ങിക്കാൻ കാശില്ല, 100 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ ആള് ഇത്രയും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന PR വർക്ക്. എൻ്റെ പൊന്നോ, ആ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് അടിച്ചൊളിച്ച് ജീവിക്കാം. വേറെ പണിയൊന്നുമില്ല ബിഗ് ബോസിലൊക്കെ പോവാൻ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം അതാണ് രേണുസുധിയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവിടെ ചെന്നിരുന്ന ഇന്ന ഡയലോഗ്, പുഷ്പയുടെ ഡയലോഗ്, ഞാൻ ഫയർ അല്ലടാ, ഞാൻ ഫ്ലവർ അല്ലടാ, ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ആക്ഷൻ കാണിച്ചത് ഇങ്ങനെ തോന്നല്ലേ. നമ്മൾ ഈ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ഏത് രീതിയിലും നമുക്ക് ക്ലാസിക്കൽ ഡാൻസേ വരത്തുള്ളൂ. സോറി, ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മളെ ഈ ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് രേണുസുധിയെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ടാണ്. കാരണം ഈ കൊച്ചു പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, സത്യമായിട്ട് നമുക്ക് തോന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോണെയാണ്. അല്ലാണ്ട് പേഴ്സണലായിട്ട് അതിനെ വ്യക്തിഗത ചിന്ത. പിന്നെ നമ്മുടെ കമന്റ് ബോക്സ് മോശമായിട്ട് വരുമ്പോൾ, തെറി വിളിക്കുമ്പോൾ, അത് രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയാണ് എഫക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ദേഷ്യം വരും, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ദേഷ്യം വരും. നമ്മളപ്പോൾ അതിനെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് ഇതേണക്ക് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വീഡിയോ ഇട്ടണക്ക് തന്നെ വരും. അപ്പൊ അത് കണ്ടിട്ട് പിന്നെ അയ്യോ മൊത്തോ എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് പിന്നെ അതേ കണക്ക് തന്നെ ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ തലമുടി ഇങ്ങനെ അഴിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ തലമുടി അഴിച്ച് ഇപ്പം ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നമ്മൾ പോയിട്ട് കിച്ചൺ, ഇപ്പം ഞാൻ എല്ലാ ദിവസവും 50-60 പേർക്ക് അല്ലെ 50-60 പേർക്ക് എല്ലാ ദിവസവും രാവിലെ നമുക്കൊരു ചെറിയൊരു ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹോട്ടൽസിലേക്കും കുറച്ച് ആൾക്കാർക്കും ഒക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിൽ 50-60 പേർക്ക് ഫുഡ് രാവിലെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ തലമുടിയും കെട്ടി തലയിൽ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കിച്ചണിൽ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു മുടിയുടെ ഒരു പൊടി വീണാൽ നമ്മുടെ ആ ഒരു ബിസിനസ് കാരണം കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, 2-3 പേർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പം അവരുടെയും ജീവിതവും എല്ലാം വഴിമുട്ടി പോകും. അപ്പം നമ്മൾ അത്ര കെയർ ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം ഈ മുടിയും അഴിച്ചിട്ട്, ഒന്നാമത്തെ കാര്യം ആ കുട്ടി പറഞ്ഞു മുടി ഇങ്ങനെ ഊരി പോകുന്നത്. അങ്ങനെ ഊരി പോകുന്ന ഒരു മുടിയും അഴിച്ചിട്ട് കിച്ചണിലൊക്കെ പോയിരുന്ന ചോറിനകത്തും ഫുഡിനകത്തൊക്കെ മുടി വീഴില്ല. ആ മുടി വീണത് കുറേ പ്രശ്നമായി. ഇതൊന്നും ഞാൻ ഇഴകേറി ഈ വീഡിയോസ് ഒന്നും ഇടാത്തതാണ്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് 3 ഡിവൈസിലാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ്, അത്രയ്ക്ക് ഞാൻ പൈസ അടച്ചിട്ട് 3 ഡിവൈസിൽ ഞാൻ ലൈവ് അപ്ഡേഷൻ കാണുന്ന ആളാണ്. 3 ഫോണാണ് ഇപ്പം ഇത് വീഡിയോ പിടിക്കുന്ന ഒരു ഫോണ്, അതേപോലെ തന്നെ ഈ ഒരു ഫോൺ സാംസങ്ങിൻ്റെ ഒരു ഫോൺ, ഒരു ഐഫോണ്, അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ്, ഈ 3 ഡിവൈസിലും ഞാൻ കാണുന്നതാണ്. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലിരുന്ന് പറ്റുന്ന സമയത്ത് എല്ലാം കാണും. ഇപ്പം ഞാനാണെങ്കിൽ കോടതിയിൽ തന്നെ എൻ്റെ കേസുകളൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് 2-3 വരെ. കാരണം ഞാനിപ്പോൾ ഷൂട്ടും അതുപോലെ തന്നെ ഡ്രാമയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരുപാടില്ല, ഓൺലൈൻ ലീഗൽ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അടിച്ചാൽ അറിയാം, ഗൂഗിളിൽ കിടപ്പുണ്ട്, അഡ്വക്കേറ്റ് അനഘ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ എന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഓൺലൈൻ ലീഗൽ കൺസൾട്ടേഷൻ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ, ഫീ ഒക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഫീ ഇല്ല. എനിക്ക് അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, കമൻസ് ഒക്കെ അയച്ചിട്ട് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അനഘ എന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അഡ്വക്കേറ്റ് അനഘ അമ്മു അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ടാൽ എനിക്കൊരു കമൻ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നോട് ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം.
അപ്പോൾ അത് നമ്മൾ ഇട്ടേക്കുന്നില്ല. ഗൂഗിളിൽ ഞാൻ 2020 മുതൽ ഗൂഗിളിൽ കിടപ്പുണ്ട് വെബ്സൈറ്റ്. എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്, advocate.anaka.com എന്നാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അത് ആരെയും പേഴ്സണലി കുറ്റപ്പെടുന്നില്ല. ഈ ഇതിൻ്റെ കണക്കുള്ള കാര്യങ്ങൾ ഒരു ബിഗ് ഹൗസിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ കുറ്റി പിന്നെ ആവശ്യമില്ല. എന്നിട്ട് ഇന്നലെ ജയിലിൽ പോണതിന് മുമ്പേ കൽപ്പന ചേച്ചി കൂടെ ഉണ്ടല്ലോ, സ്വിച്ചിട്ട ഉണ്ടല്ലോ എന്തോ അപ്പോൾ കൽപ്പന ചേച്ചിയുടെ പേര് കൂടി അവിടെ എടുത്തിടുവാണ്. എന്തിനാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോണേ? ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ആരുടെയും പേരെടുത്തിട്ടിട്ട് അല്ലെങ്കിൽ ആർക്കും വേണ്ടി ആരെയും സ്വാധീനിച്ചു വേണ്ടില്ല. ഇപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് അവർ പറയുന്നത്, മരിച്ചുപോയ ഹസ്ബൻഡാണ്. അത് ശരിയാണ്. അതൊക്കെ എന്തിനാണ് ഒരു ഗെയിമിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? അതൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ അയാൾ മാക്സിമം നാറി. അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും ഇത്രയും നാറുന്ന ഒരു വ്യക്തി ലോകത്ത് ആദ്യമായിട്ടായിരിക്കും അല്ലെ? മരിച്ചു കഴിഞ്ഞിട്ടും അയാളെ ഭയങ്കരമായിട്ട് നാറി. അതും ഈ കൊച്ചു കാരണമല്ലേ, സ്വന്തം ഭർത്താവിനെ തന്നെ വളരെ മോശമായിട്ട് നാറ്റിച്ചു കളഞ്ഞു. അപ്പം പിന്നെ മരിച്ചുപോയി കൽപ്പന ചേച്ചി കൂടി കൂട്ടുപിടിക്കുന്നു. കൽപ്പന ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമുക്കിതൊരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് തോന്നുവാണ്. എന്തിനാണ് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വീഡിയോ ഇട്ടു, എൻ്റെ ദേഷ്യമാണത്. എനിക്ക് ആ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ പിന്നെ എനിക്ക് ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കും, സ്നേഹമാണ് ഞാൻ എന്താണ് ഞാൻ കുറച്ച് പാചകം ഇഷ്ടപ്പെടുന്നു, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ഞാൻ ഡെഡിക്കേഷനോടുകൂടി കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മൾ പിന്നെ കുറച്ച് സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് കൊടുത്തിട്ട് എന്തിനാണ്? എനിക്കങ്ങനെ സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ചാനൽ എനിക്കുണ്ട്. അത് ഞാൻ ഇപ്പം വെറുതെ അതിനകത്ത് 2-3 അപ്ഡേഷൻസ് ഞാൻ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഇട്ടെങ്കിലും ഞാനത് 2020 മുതലുള്ളൊരു ചാനലാണ്. അത് ന്യൂസ് ചാനലാണ്. സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും നന്മകളും തിന്മകളും ഒക്കെ പറയുന്നത് വേടൻ്റെയൊക്കെ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മീഡിയ വൈബ്സ് അതും എൻ്റെ ചാനൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുക്കിങ്ങിന് വേണ്ടി അമ്മൂസ് കിച്ചൺ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നമ്മുടെ കിച്ചണിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഒക്കെ കിടപ്പുണ്ട്, അമ്മൂസ് കിച്ചൺ. അപ്പോൾ അതും എൻ്റെ ചാനൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓരോരുത്തരും ഇതെന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനും എൻ്റെ സന്തോഷവും ഞാൻ മുടി കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാൻ കണ്ണെഴുതുന്നതും ഞാൻ ഒരുങ്ങുന്നതും ഒക്കെ കാണിക്കാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ സ്വകാര്യത, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മൂസ് തോട്ട്. പിന്നെ ഞാൻ മോട്ടിവേഷനൊക്കെ ചെയ്യുന്നതാണ്, ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, മോട്ടിവേഷണൽ സ്പീക്ക്. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മൂസ് തോട്ട് എന്ന് പറയുന്ന ചാനൽ. ഇപ്പം ഞാൻ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻസ് ആണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് ആരെയും ഇപ്പം പിന്നെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അങ്ങനെ അതാണോ കണ്ടന്റ്? അപ്പം അതുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്കാരെയും പേഴ്സണലായിട്ട് ആരെയും ഇതില്ല. എന്നെ ഉപദ്രവിക്കാൻ അല്ലെ എന്നെ ഭീഷണിപ്പെടുത്താൻ, എന്നെ ചീത്ത പറയാൻ വന്നപ്പോൾ ഞാൻ തിരിച്ച് ചീത്ത പറയുന്നു, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ആര് പറഞ്ഞാലും അതിനിപ്പോൾ ഏത് ദൈവം തമ്പുരാൻ പറഞ്ഞാലും നമ്മൾ പറയും. നമ്മുടെ നമ്മുടെ സ്വഭാവമാണ് അല്ലേ? എല്ലാ മനുഷ്യനും ഒരു മൃഗസ്വഭാവമില്ല, ആ സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതിനകത്തൊരു വലിയ ഇതായിട്ടൊന്നും നിങ്ങളാരും വിചാരിക്കാൻ വേണ്ട. രേണു സുധി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നിനക്ക് വേറെ പണിയില്ലേ മറ്റേതാ മറിച്ചതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വാട്ട് ഓറിറ്റീസ് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാനത് പ്രതികരിക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവ് അപ്ഡേഷനിൽ നടക്കുന്ന കാര്യം. എന്തായാലും നമ്മുടെ അപ്പാനി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പാനി ഗ്രൂപ്പ് ഇരുന്ന് എല്ലാവരുമായിട്ട് ബിൻസി, അപ്പാനി, ഈ സരികയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ, സരികയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തോന്നുന്നില്ല, നമ്മൾ കുറച്ച് നല്ല മെച്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇത് അവിടെ പോയി കുറ്റം പറഞ്ഞ് ഇവിടെയും കുറ്റം പറഞ്ഞ് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ്. പിന്നെ ഇപ്പം നമ്മുടെ എന്താണ് അനീഷ് ചോദിച്ച കണക്ക് അനീഷ് ഇങ്ങനെ എല്ലാം ചോദിച്ച് ഭയങ്കര സ്നേഹം, സന്തോഷം, ആ പിള്ളേരൊക്കെ നല്ല സന്തോഷത്തിരിക്കുമ്പോൾ അനീഷിന് ഭയമുണ്ട് കേട്ടോ, ഇവരുടെ കൂട്ടായി പോവോ, കാരണം സ്നേഹമായി പോവോ, കാരണം പെങ്ങന്മാരില്ലല്ലോ, സിസ്റ്റേഴ്സ് ഇല്ലല്ലോ, അപ്പോൾ സിസ്റ്റർമാരെ അങ്ങനെ ആക്കി കളയുമെന്ന് സ്വയം അനീഷ് പറയുക. അപ്പം ചേട്ടൻ ഞങ്ങളോട് സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയാ, പിന്നെ എന്താ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി? സത്യം, ആ പിള്ളേരും സത്യം പറഞ്ഞാൽ ചമ്മീൻ നാറി അങ്ങനെ തിരിച്ചു വരണം. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എന്നാൽ ഇതുവരെയുള്ളൊരു വീഡിയോ അപ്ഡേഷൻസ് ലാലേട്ടൻ്റെ പ്രൊമോയും കണ്ടല്ലോ, അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്കാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ട് വയ്യ. ഇന്നലെ ഒക്കെ വളരെ ലേറ്റായിട്ടല്ലേ ഇപ്പം നമ്മൾ ഉറങ്ങുക. ഇന്നത്തെ കാര്യം ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, കേസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നത്. രാത്രി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2-3 ജൂനിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കാറ്റഗറി തന്നെ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് അറിയാത്തവരായതുകൊണ്ട് അവർക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ കോടതിയിൽ കയറാത്തപ്പോഴും ഞാൻ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്, കേസ് ഡ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യും. മാക്സിമം ജോലി ചെയ്തെങ്കിലും നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക. നാളെ നമ്മൾ ജീവിക്കുന്നതെന്ന് കൂടെ ഉറപ്പില്ല, പിന്നെ ജീവിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല മെസ്സേജുകളും നമ്മൾ ഹെൽപ്പ്
ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് 1 രൂപ കിട്ടിയാൽ 50 പൈസ അതിൽ പകുതിയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബ് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും കാലത്ത് 10 രൂപ കിട്ടിയാൽ അത്രയും സന്തോഷം. കാരണം നമുക്ക് ജീവിത പ്രശ്നങ്ങൾ അത്രയും ഉണ്ടല്ലോ, എല്ലാ വ്യക്തികൾക്കും ഉണ്ടല്ലോ ജീവിത പ്രശ്നങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ലൈവ് അപ്ഡേഷൻസ് എല്ലാവരുടെയും, എന്നെ സംബന്ധിച്ചോളം ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഫേവറോ ഇത് പറയത്തില്ല, നല്ലത് കണ്ടാൽ നല്ലത് പറയും. ഇപ്പോൾ എനിക്ക് അവിടെ ഫേവറായിട്ട് നല്ല രീതിയിലും കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ്, അനീഷ് ബ്രോ തന്നെയാണ് കേട്ടോ. അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനീഷിൻ്റെ കണ്ടന്റ് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ബിഗ് ബോസിലെ കുറേ എണ്ണത്തിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ നല്ല ഗെയിമേഴ്സിനെ കൊണ്ടുവന്നെങ്കിൽ നല്ലത്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും മോശം കണ്ടസ്റ്റന്റ്, ഒരു കണ്ടന്റും ഇല്ലാത്ത ഈ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ഇത്രയും മോശമാക്കി കളഞ്ഞത്. അതിനകത്തുള്ള കണ്ടന്റ് ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരെ ആണല്ലോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ എണ്ണത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ 2 വീക്സ് അല്ലേ ആയിട്ടുള്ളൂ, പുതിയ ആൾക്കാരെ കൊണ്ടുവന്നെങ്കിൽ ഗെയിം കുറച്ചും കൂടി അടിപൊളിയായേനെ. ഇതുപോലെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ഈ പോയ 2 പേരെ കുറിച്ച് ഒരു വിവരമില്ല. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. ഈ 2 പേര് നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര് പോയില്ല, 2 കുട്ടികൾ, നമ്മുടെ ഈ പിന്നെ ഒനിയലും ഷാരികയും, ഇവർ 2 പേരും എവിടെ പോയി, എവിടെ കൊണ്ടുപോയി, ഇവരെ ഒന്നും മനസ്സിലാവുന്നില്ല, ഇവരെ കാണുന്ന പോലുമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇവർ 2 പേരും എവിടെ പോയി. ഒന്ന് പണ്ടെന്ന് സീക്രട്ട് റൂമിൽ നമുക്ക് റോബിനെയൊക്കെ കാണുമായിരുന്നു നമ്മൾ. റോബിൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, റോബിനെ എല്ലാവരുടെയും സൗണ്ട് കേൾക്കാറുണ്ട്, അവിടെ കളിക്കാർ എന്തൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇവരെ അറിയുന്നില്ല നമ്മൾ, ഇവരെവിടെ പോയെന്നറിയുന്നില്ല, നമ്മളെ ഒട്ടൊന്നും കാണിക്കുന്നില്ല. ഇവരെവിടെ പോയതായിരിക്കും? ഞാൻ എപ്പോഴും കുറച്ച് നേരമായിട്ട് ഞാൻ ഇന്നലെ മുതലും ആലോചിക്കുന്നു ഇവരിത് എവിടെ പോയതായിരിക്കും. എന്തായാലും ഇപ്പോൾ അവിടെ ലൈവിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും തൂങ്ങി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്, അല്ലാതെ വേറെ വലിയ കളികളൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് വേറെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം, ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം. ഞാനന്ന് ഇച്ചിരി എനിക്ക് പണിയുണ്ട്, അതുകൊണ്ട് ഇന്നലെ നാളെയും പോകുന്നുണ്ടല്ലോ, സൺഡേ അല്ലേ. മറ്റന്നാൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് കിച്ചണിൽ പോകാറുണ്ടാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെക്കാനുണ്ട്. ഒരു ഹെൽപ്പർ ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾസ് എല്ലാം രാത്രി തന്നെ അരിഞ്ഞു വെക്കും. അരിഞ്ഞു വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. 1 വീക്ക് മീൻസ് ഒരു 3 ദിവസത്തെ വെജിറ്റബിൾസ് അങ്ങ് അരിഞ്ഞു വെക്കും. പിന്നെ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഡ്രാമയ്ക്ക് പോകണം, പിന്നെ ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ടിന് പോകണം, കോടതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകണം. പിന്നെ ഓൺലൈൻ കോടതി ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് ഒരു ഭാഗ്യമാണ്, ഞാൻ ഓൺലൈൻ കോടതിയിലും കയറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെല്ലാം വലിച്ചൂരി കളഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ലൈവ് അപ്ഡേഷൻ പറയുന്നത്. എന്തായാലും ഞാൻ ഏത് സമയത്ത് നിങ്ങൾ ലൈവ് നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. ചിലതൊക്കെ മിസ്സാവും, ചിലതൊന്നും മിസ്സാവത്തില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.